Welcome to Call-in class. ഇനി നമ്മൾ നോക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് 21 മെമ്പേഴ്സ്, 21 അംഗങ്ങൾ. അതിൽ ജനറലിൽ നിന്നും എത്ര പേരാണ്? 10 നമ്പേഴ്സ്. വുമൺ ആണെങ്കിൽ 3 നമ്പേഴ്സ്. SC/ST 1, അർബൻ ബാങ്കും 1, ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ആണെങ്കിൽ 2 പേരാണ്, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണെങ്കിൽ 4 പേര്. അങ്ങനെ ടോട്ടൽ 21 അംഗങ്ങളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. ഇപ്പോൾ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനം കൊണ്ട് തന്നെ മെമ്പറായി വരുന്നവർ, അവരുടെ സ്ഥാനം ഏതെങ്കിലും ഡെസിഗ്നേഷനിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ആ സ്ഥാനം കൊണ്ടായിരിക്കും അവരിതിൽ മെമ്പറായത്. ഓക്കെ, ഇത് കൂടാതെ എപ്പാർട്ട് ഫ്രം ദീസ് 2 ഗവൺമെൻറ് നോമിനീസ് 1 നോമിനേറ്റഡ് ഫോർ റെപ്രസെൻറ്റിംഗ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇത് കൂടാതെ 2 ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് വരുന്ന ഗവൺമെൻറ് നോമിനീസും പിന്നെ ഒരാൾ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ നിന്നും ഉള്ള ഒരാളായിരിക്കും. അങ്ങനെ ടോട്ടൽ 21, അതുകൂടാതെ 3 പേരും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നും എത്ര പേരാണ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് ചോദിക്കാം. 4 പേര്. SC/ST ആണെങ്കിൽ 1, അർബനും 1 ആണ്. നെക്സ്റ്റ് നോക്കൂ, കേരള ബാങ്ക് സ്കീമുകൾ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ച് വെക്കണ്ട, ഇത് ഞാനൊന്ന് ടേബിളൈസ് ചെയ്ത് തന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ നോക്കൂ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ലോൺസ് ഉണ്ട്. കുറേ ലോണുകൾ, വായ്പകൾ കേരള ബാങ്ക് കൊടുക്കും. ഇപ്പോൾ അഗ്രികൾച്ചറും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടേയും വായ്പ കൊടുക്കും. പിന്നെ പേഴ്സണൽ ലോൺ, പേഴ്സണലായിട്ടുള്ള ലോൺ കൊടുക്കും. ഹോം ലോൺ കൊടുക്കും. പിന്നെ MSME ലോൺ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ലോണുകൾ കൊടുക്കും. മൈക്രോ ഫിനാൻസ് ലോണുകളും കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞൊരു തവണ ചോദിച്ചത് KB പ്രവാസി കിരൺ, അന്ന് KB എന്ന് തന്നില്ല, പ്രവാസി കിരൺ ആരുടെ സ്കീമാണ് എന്നാണ് ചോദിച്ചത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, പിന്നീട് DCBയുടെ ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അത് കാരണം അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. KB എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലേ. ഇതിൽ നോക്കൂ, തുടക്കം എല്ലാം KB എന്ന് തന്നിട്ടുണ്ട്. KB മീൻസ് കേരള ബാങ്ക്. പക്ഷേ അന്ന് നമ്മളെടുത്ത് KB പ്രവാസി കിരൺ എന്നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, പ്രവാസി കിരൺ എന്ന് മാത്രമായിരുന്നു. അപ്പോൾ നോക്കൂ, ആദ്യം അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട ലോണ്, KB കിസാൻ മിത്ര ഗോൾഡ്, പിന്നെ KB ലോങ് ടേം അഗ്രികൾച്ചർ ലോണ്, KB FPO ലോണ്, KB സാഫ് അസിസ്റ്റൻസ് ടു ഫിഷർമെൻ വുമൻ, KB ക്ഷീരമിത്ര. ഇതൊക്കെ അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ടും കൊടുക്കുന്ന വായ്പകളുടെ പേരാണ്. പിന്നീട് പേഴ്സണൽ ലോണുകൾ കൊടുക്കും. അതെന്താണ്? KB ഓർഡിനറി മോർഗേജ് ലോണ്, പെൻഷൻ ലോണ്, സഹകരണ മിത്ര, സരൾ, സ്കില്ല്. അപ്പം നിങ്ങളടുത്ത് ചോദിക്കാം, സഹകരണ മിത്ര ആരുടെ സ്കീമാണ്, അല്ലെങ്കിൽ സരൾ ആരുടെ സ്കീമാണ്? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നീട് ഹോം ലോണായിട്ട് KB എക്സ്പ്രസ് ഹോം ലോണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഹോം എന്ന്, അത് കാരണം നമുക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റും, ഹോം ലോൺ ആണെന്നും നമ്മുടെ കേരള ബാങ്ക് കൊടുക്കുന്നതാണെന്നും. പിന്നെ KB കർഷക ആവാസ്, ഇതൊക്കെ ഹോം ലോണാണ്. പിന്നെ വരുന്നതാണ് MSME ലോണ്, KB മിത്ര, KB യുവമിത്ര, GST മിത്ര, സുവിധ പ്ലസ്, സ്മാർട്ട്, പ്രവാസി കിരൺ, പ്രവാസി ഭദ്രത. ഇപ്പോൾ പ്രവാസി കിരൺ ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നീട് മൈക്രോ ഫിനാൻസ് ലോണായിട്ട് വരുന്നത് KB മൈക്രോ ഫിനാൻസ് ടു JLG ആൻഡ് SHE ജോയിൻറ്റ് ലൈഫ് ഗ്രൂപ്പും പിന്നീട് എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും. പിന്നെ വരുന്നത് KB സഹജ, KB സഹജയും മൈക്രോ ഫിനാൻസ് ലോണാണ്. അപ്പോൾ ഇത് ഇത്രയും ഈ ലോണുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ GST മിത്ര, സുവിധ പ്ലസ് ആരുടെയാണ്? കേരള ബാങ്കിൻ്റെയാണ്. പ്രവാസി കിരൺ ആരുടെയാണ്? കേരള ബാങ്ക്. സഹജ ആരുടെയാണ്? കേരള ബാങ്ക്. സാഫ് ആരുടെയാണ്? കേരള ബാങ്ക്. ക്ഷീരമിത്ര കേരള ബാങ്ക്. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ 1969 മാസ്ക് മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓഫ് കേരള ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. 1969 മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാസ്കിൻ്റെ ഫുൾ ഫോം എന്താണ്? മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓഫ് കേരള. ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് മാസ്ക്? അതിവിടെ നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട്. മാസ്ക് മെൻറ്റ് ഫോർ ഹെൽപ്പിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ഇഷ്യൂ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആൻഡ് മെയിൽ ട്രാൻസ്ഫർ വിത്തിൻ എൻറ്റയർ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് അകത്ത് തന്നെ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DDയോ മെയിലോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് മാസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താണ്? ഡിമാൻഡ് ഡ്രാഫ്റ്റോ മെയിലോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സുകാർ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയെ പറയുന്നതാണ് മാസ്ക്. ഇത് നിലവിൽ വരുന്ന വർഷം 1969. ഇതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കണം. മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓഫ് കേരള.
അപ്പോൾ ഒരു തവണ ചോദിച്ചത് മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നാണ്. ആരാണ്? നമ്മുടെ കേരള ബാങ്ക്. അടുത്ത് നോക്കൂ, ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ആദ്യമായിട്ട് അംഗത്വം എടുത്ത ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണത്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അംഗത്വമെടുത്ത സെൻട്രൽ ബാങ്ക് ഏതാണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് നോക്കൂ, കേരള ബാങ്ക്. കേരള ബാങ്കിനെ കുറിച്ച് മറ്റൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണ്. കേരള ബാങ്ക് ഈസ് എ ഫിനാൻസിംഗ് ബാങ്ക് ആസ് ഡിഫൈൻഡ് ഇൻ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആൻഡ് ഇസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ഓൺലി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ കേരള ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫിനാൻസിംഗ് ബാങ്കാണ്, അതായത് താഴെയുള്ള ബാങ്കുകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ബാങ്കാണ്. ഇതെവിടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് KCS ആക്ടിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സായിട്ട് ആരെ എടുക്കൂ? മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ എടുക്കൂ. അപ്പോൾ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെമ്പേഴ്സായിട്ട് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എടുക്കുന്ന ഒരു സൊസൈറ്റിയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടോ? ഏതാണത്? കേരള ബാങ്ക്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? മെമ്പേഴ്സായിട്ട് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എടുക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര്, അത് കേരള ബാങ്കാണ്. അതുകൂടാതെ കേരള ബാങ്ക് ഈസ് എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് റൂൾസ്, റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. ഇപ്പോൾ കേരള ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ബാങ്കാണല്ലേ. അത് ആരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ്? നമ്മുടെ RBIയുടെയും നബാർഡിൻ്റെയും. അപ്പം ഓപ്ഷനിൽ RBI മാത്രം വരും, നബാർഡ് മാത്രം വരും, പിന്നീട് RBI ആൻഡ് നബാർഡ് വരും, നൺ ഓഫ് ദി എബോവ് വരും. അപ്പം നമ്മൾ ഏതാ എഴുതേണ്ടത്? RBIയും നബാർഡും. അപ്പോൾ ഇതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് കൊണ്ട് തന്നെ ഇതിന് RBIയുടെ റൂൾസ് പാലിക്കണം ഇല്ലേ. കൂടാതെ ഇതൊരു കോപ്പറേറ്റീവ് ബാങ്കും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് നബാർഡിൻ്റെയും കൂടെ അവർ ഫോളോ ചെയ്യണം. അപ്പം RBIയും നബാർഡും പറഞ്ഞിരിക്കുന്ന റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ബാങ്കാണെന്ത്? കേരള ബാങ്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ട്രിവാൻഡ്രംസ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് കേരള വെയർ ഓൺലി ദ ഫസ്റ്റ് മെമ്പേഴ്സ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പറായിട്ട് ആദ്യമായിട്ട് വന്നത് ആരായിരുന്നു? നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും ട്രിവാൻഡ്രത്തിലെ DCBയും ജില്ലാ സഹകരണ ബാങ്കും പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും ആയിരുന്നു. അതിനുശേഷം സബ്സിക്വൻ്റ്ലി ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് പിന്നീട് ഓരോ ജില്ലകൾ വന്നപ്പോൾ DCBs വെയർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വെയർ രജിസ്റ്റേർഡ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. പിന്നെ ഓരോരോ ജില്ലകൾ വന്നില്ലേ. അപ്പോൾ ആ ജില്ലകൾ വന്നപ്പോൾ ഓരോ ജില്ലയിലും എന്ത് വന്നു? ഓരോരോ ജില്ലാ സഹകരണ ബാങ്ക് വന്നു. ആൻഡ് ഓൾ ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് വെയർ അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള DCBകളെയും മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു വലിയ സെൻറ്റൻസ് ആയിരുന്നു അത് ഷോർട്ടാക്കി തന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം DCB മാത്രമായിരുന്നു മെമ്പർ. പിന്നെ അതിനുശേഷം ഓരോ ഡിസ്ട്രിക്റ്റ് ഫോം ചെയ്തു. 14 ജില്ലകൾ വന്നപ്പം പിന്നെ 14 ജില്ലകൾക്കും ഓരോ DCB വന്നു. പിന്നെ ഈ ഓരോ DCBയും നമ്മുടെ ഈ കേരള ബാങ്കിൻ്റെ മെമ്പറായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നാൾ വഴി, അത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ സമൃദ്ധി കാർഡ് ആൻഡ് കോ ബാങ്ക് കാർഡ്. നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരെന്തൊക്കെയാണ്? സമൃദ്ധി കാർഡും കോ ബാങ്ക് കാർഡും. മറക്കരുത്, സമൃദ്ധി കാർഡും കോ ബാങ്ക് കാർഡും. നെക്സ്റ്റ്, ക്യാംകോ. എന്താണ് ക്യാംകോ? സെൻട്രൽ അരക്കിനെറ്റ് ആൻഡ് കോക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഈസ് ഫിനാൻസ്ഡ് ബൈ ഡാഷ്. ആരാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ക്യാംകോയുടെ ലോഗോ ഒക്കെ കണ്ടല്ലോ. ഈ ക്യാംകോ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് കേരള ആൻഡ് കർണാടകത്തിലെയും കേരളത്തിലെയും ഇവർ രണ്ടും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണെന്ത്? ഈ ക്യാംകോ എന്ന് പറയുന്നത്. കോക്കോ മാർക്കറ്റിങ്ങും അതിൻ്റെ പ്രോസസ്സിങ്ങും അരക്കിനെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ക്യാംകോയിൽ ചെയ്യുന്നത്. ഇത് വരുന്ന വർഷം എന്നാണ്? ജൂലൈ 11, 1973 ആണ്. ഇതിനെ ഫിനാൻസ് ചെയ്യുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്നത് ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. പിന്നീട്
അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് റൺ ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ ആക്സ്റ്റി എന്ന് പറയും. ആക്സ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററാണ്. നമ്മുടെ 3 ടയർ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ പെടുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും DCBകളും പാക്സിനും നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്? നമ്മുടെ ആക്സ്റ്റി എന്ന് പറയുന്നത്. ആക്സ്റ്റി, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ എല്ലാ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ഇത് റൺ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആക്സ്റ്റിയുടെയും ലോഗോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പിക്ചറൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഏതൊക്കെയാണ്? സമൃദ്ധി കാർഡും കോ ബാങ്ക് കാർഡും. പിന്നീട് ക്യാംകോ, ഇതിനെ ഫിനാൻസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ആക്സ്റ്റി, ഇത് റൺ ചെയ്യുന്നത്, ഇത് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട് നോക്കാം. അവരുടെ ഫണ്ടിൻ്റെ സ്രോതസ്സ്, അവരുടെ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ കേരള ബാങ്കിൻ്റെ ഫണ്ട് രൂപീകരിക്കുന്നത്, ക്യാഷ് രൂപീകരിക്കുന്നത് എവിടെ നിന്നാണ്? ഷെയർ ക്യാപിറ്റലായിട്ട് കിട്ടും. പിന്നീട് റിസർവ് ഫണ്ടിൽ നിന്നെടുക്കും. പിന്നെ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, നോൺ മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കും. പിന്നെ ബോറോയിങ്സ് ഫ്രം നബാർഡ്, SBI, NCDC, ഹഡ്കോ, സിഡ്ബി, IDBI. അപ്പോൾ നബാർഡിൽ നിന്നും SBIയിൽ നിന്നും NCDCയിൽ നിന്നും ഹഡ്കോയിൽ നിന്നും സിഡ്ബിയിൽ നിന്നും IDBIയിൽ നിന്നും എന്ത് ചെയ്യും? അവർ കടമായിട്ട് എടുക്കും, ബോറോയിങ്സ് നടത്തും. ഇതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, പിന്നീട് ബോറോയിങ്സ് ഫ്രം നബാർഡ്, SBI, NCDC, ഹഡ്കോ, സിഡ്ബി, IDBI. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കേരള ബാങ്കിൻ്റെ നോട്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. PYQ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആദ്യത്തെ ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ആൻസർ ഈസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ അല്ലാത്തത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ അല്ലാത്തത്. നോട്ട് ശ്രദ്ധിക്കുക. ചിലപ്പം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഏതാണ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ, ചിലപ്പോൾ അല്ലാത്തത് എന്നായിരിക്കും. അപ്പോൾ നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാം. ഓപ്ഷൻസ് നോക്കേ. ടു ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്, ടു ഓർഗനൈസ് ട്രേഡ് ഫെയർസ് ഇൻ സിറ്റീസ്, ദെൻ ടു ഹെൽപ്പ് ഇൻ മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ദെൻ ടു ക്രിയേറ്റ് ബെറ്റർ റിലേഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ടു ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്കായിട്ട് ആക്ട് ചെയ്യൂ ഇല്ല. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത് ആരെയാണ്? RBI അല്ലേ. അപ്പോൾ അതല്ല അല്ലേ. ടു ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്കാണ് ആൻസർ. പിന്നീട് താഴെ തന്നിരിക്കുന്ന 3 നിങ്ങൾ നോക്കിക്കോണം. ടു ഓർഗനൈസ് ട്രേഡ് ഫെയർസ് ഇൻ സിറ്റീസ്. സിറ്റികളിൽ എന്ത് ചെയ്യും? ട്രേഡ് ഫെയർ കണ്ടക്ട് ചെയ്യും. അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. പിന്നീട് ടു ഹെൽപ്പ് ഇൻ മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സ്, മൊബിലൈസ് ചെയ്യാൻ സഹായിക്കും. പിന്നീട് ടു ക്രിയേറ്റ് ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സഹായിക്കും. നെക്സ്റ്റ് നോക്കൂ. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഒറിജിനലി രജിസ്റ്റേർഡ് അണ്ടർ. തുടക്കകാലത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ടിൻ്റെ കീഴിലാണ്? ഏതാണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. നമ്മൾ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലങ്ങളിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു നാൾവഴികൾ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ശ്രീമൂലം തിരുനാൾ രാജാവ് എന്ത് ചെയ്തു? 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒറിജിനലായിട്ട് ഏത് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തത്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഇനി നോക്കൂ. ചാപ്റ്റർ 10C ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. 10C ചാപ്റ്റർ, ഓരോ ചാപ്റ്ററുണ്ട്. നമ്മുടെ ആക്ടിന് ഓരോ ചാപ്റ്ററുണ്ട്. അതിൽ ചാപ്റ്റർ 10C എന്താണ് പറയുന്നത്? ആൻസർ ഈസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി അമാൽഗമേഷൻ ത്രൂ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCBs ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സും ലയബിലിറ്റീസും, DCBകളുടെ അസറ്റ്സും ലയബിലിറ്റീസും നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു.
അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് ചാപ്റ്റർ 10C പറയുന്നത്. ഇത് നമ്മൾ KCS ആക്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, നെയിം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കൺട്രി. അതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നത് കേരള, തമിഴ്നാട്, കർണാടക എന്നായിരുന്നു. അതായത് ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് കേരള എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കേരളത്തിലേ അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ തന്നത്. അതിൽ കൺഫ്യൂഷൻ വേണ്ട. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓക്കെ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേരെന്തായിരുന്നു? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് നോക്കൂ, പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഇൻസേർട്ടഡ് ഇൻ ഡാഷ് ഓഫ് ദ KCS ആക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ, സെക്ഷൻ 14A ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ DCBകളുടെ അസറ്റും ലയബിലിറ്റിയും DCB അമാൽഗമേറ്റ് ചെയ്തു ആരുമായിട്ട്? നമ്മുടെ കേരള ബാങ്കുമായിട്ട് ലയിച്ചപ്പോൾ നിലവിലുള്ള DCBകളുടെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? നമ്മുടെ കേരള ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണെന്ത്? സെക്ഷൻ 14A. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നത്. നന്നായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം ഈ ഒരു PYQ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു.